അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അൽകുനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇൽമുൻ നഹ്വിലെ ഇഅ്റാബിൻ്റെ വിഷയത്തിലുള്ള ഫുറുഇയായ ഇഅ്റാബുകൾ, അതിലുള്ള 5 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആറാമത്തത് അൽ അഫ്ആലുൽ ഖംസ, അതായത് അംസിലത്തുൽ ഖംസ. എന്താണ് അഫ്ആലുൽ ഖംസ? ഹിയ കുല്ലു ഫിഇലിൻ മുളാരിഇൻ ഇത്തസല ബിഹി അലിഫുൽ ഇസ്നൈനി ഔ വാവുൽ ജമാഅത്തി ഔ യാഉൽ മുഖാതബത്തി. കുല്ലു ഫിഇലിൻ മുളാരിഇൻ, എല്ലാ മുളാരിയായ ഫിഇലും, ഇത്തസല ബിഹി, അതിനോട് കൂടെ ചേർന്ന് വന്നിട്ടുണ്ട്, അലിഫുൽ ഇസ്നൈനി, തസ്നിയയുടെ അലിഫ്, ഔ വാവുൽ ജമാഅത്തി, അല്ലെങ്കിൽ ജംഇൻ്റെ വാവ്, ഔ യാഉൽ മുഖാതബത്തി, അല്ലെങ്കിൽ മുഖാതബത്തിൻ്റെ യാ. സുവറുഹ, അതിൻ്റെ രൂപങ്ങൾ, ലഹ ഹംസ സുവരിൻ, 5 രൂപങ്ങളാണ് അതിലുള്ളത്. സൂറത്താനി മഅൽ അലിഫിൽ ഇസ്നൈനി, 2 രൂപങ്ങൾ തസ്നിയയുടെ അലിഫിനോട് കൂടെയാണ്. വസൂറത്താനി മഅ വാവിൽ ജമാഅത്തി, 2 രൂപങ്ങൾ ജംഇൻ്റെ വാവിൻ്റെ കൂടെയാണ്. വസൂറത്ത് മഅ യാഇൽ മുഖാത്തബത്തി, 1 രൂപം മുഖാത്തബത്തായ യാഇൻ്റെ കൂടെ. അതിൻ്റെ രൂപമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അലിഫുൽ ഇസ്നൈനി, തസ്നിയയുടെ അലിഫ് വരുന്ന 2 രൂപങ്ങളാണ് യഫ്അലാനി, തഫ്അലാനി. അതുപോലെ ജംഇൻ്റെ വാവ് വരുന്ന രൂപങ്ങളാണ് യഫ്അലൂന, തഫ്അലൂന. മുഖാത്തബത്തിൻ്റെ യാ വരുന്ന രൂപമാണ് തഫ്അലീന. അപ്പോൾ ഈ 5 ഫീലുകൾ, ഇവകളെക്കുറിച്ചാണ് അൽ അഫ്ആലുൽ ഖംസ എന്ന് പറയുന്നത്. ഈ ഫീലുകളും ഇതിൻ്റെ രൂപത്തിൽ വരുന്ന ഫീലുകളും. വേറെ ഉദാഹരണം നോക്കാം. യക്തുബു എന്നുള്ളതിൽ യക്തുബാനി, തക്തുബാനി, യക്തുബൂന, തക്തുബൂന, തക്തുബീന, ഈ 5 ഫീലുകൾ. അതുപോലെ യസ്തഖ്രിജു എന്നുള്ളതിൽ യസ്തഖ്രിജാനി, തസ്തഖ്രിജാനി, യസ്തഖ്രിജൂന, തസ്തഖ്രിജൂന, തസ്തഖ്രിജീന. അതേസമയത്ത് തംബീഹുൻ ലൈസ മിനൽ അഫ്ആലിൽ ഖംസ മായലി, താഴെ കൊടുത്തിട്ടുള്ളത് അഫ്ആലുൽ ഖംസയിൽ പെട്ടതല്ല. ഏത്? കത്തബ, കത്തബു. കത്തബ എന്നുള്ളതിൽ തസ്നിയുടെ അലിഫുണ്ട്, കത്തബു എന്നുള്ളതിൽ ജമിൻ്റെ വാവുണ്ട്. പക്ഷെ അത് അഫ്ആലുൽ ഖംസയിൽ പെട്ടതല്ല. കാരണം അന്നൽ ഫീൽ മാളിൻ, ഇവിടെ ഫീൽ മാളിയാണ്. വലൈസ മുളാരിൻ, മുളാരിയായ ഫീലാണ് നമ്മുടെ ചർച്ച. അതുപോലെ രണ്ടാമത് ഉക്തുബ, ഉക്തുബു, ഉക്തുബി, ഇതിലും തസ്നിയുടെ അലിഫുണ്ട്, ജമിൻ്റെ മുഖാത്തബത്തിൻ്റെ യാ ഉണ്ട്, ജമിൻ്റെ വാവുണ്ട്. അവിടെയും അഫ്ആലുൽ ഖംസയിൽ പെട്ടല്ല. കാരണം അന്നൽ ഫീൽ അമ്രുൻ, ഇവിടെ ഫീൽ അമ്രാണ്, അത് മുളാരിയല്ല. അതുപോലെ യക്തുബു, യസ്തഖ്രിജു എന്നുള്ളതൊക്കെ ഇവിടെ അന്നൽ ഫീൽ അൽ മുളാരിയ ഹുന ലം യത്തസിൽ ബി അലിഫുൽ ഇസ്നൈനി വലാ വാവുൽ ജമാഅത്തി വലാ യാഉൽ മുഖാത്തബത്തി. തസ്നിയുടെ അലിഫോ ജംഇൻ്റെ വാവോ മുഖാത്തബത്തിൻ്റെ യാ ഒന്നും ഈ ഫീലില്ല എന്നതുകൊണ്ടും ഇത് അഫ്ആലുൽ ഖംസയിൽ പെട്ടതല്ല. അപ്പോൾ ഈ 5 ഫീലുകൾ, അതിൻ്റെ ഇഅ്റാബ് നമുക്ക് നോക്കാം. ഇഅ്റാബുഹ, അതിൻ്റെ ഇഅ്റാബ് തുർഫഉ ബി സുബൂത്തിൻ നൂനി, നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് റഫ്അ്. വതുൻസബു വതുജ്സമു ബി ഹദ്ഫിഹ, അതിൻ്റെ നസ്ബും ജസ്മും, ജറുണ്ടാവില്ലല്ലോ, ഫീലാണ്. അപ്പോൾ നസ്ബും ജസ്മും ആ നൂനിനെ കളയൽ കൊണ്ടാണ്. അതിനുള്ള ഒന്നാമതായ ഉദാഹരണം മിസാലുൽ മർഫൂഇ, റഫ്ഉ ചെയ്യപ്പെട്ടതിനുള്ള ഉദാഹരണമാണ് അല്ലാഹുവിൻ്റെ ഖൗല് യുഅ്മിനൂന ബിൽ ഗൈബി. ഇവിടെ യുഅ്മിനൂന എന്നുള്ളത് മുളാരിയായ ഫീലാണ്, മർഫൂആണ്. മർഫൂആൻ കാരണം നാസിബിനെ തൊട്ടും ജാസിമിനെ തൊട്ടും, നസ്ബ് ചെയ്യുന്ന കാര്യമോ അതല്ലെങ്കിൽ ജസ്മ് ചെയ്യുന്നൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് നസ്ബിനെ തൊട്ടും നാസിബിനെ തൊട്ടും ജാസിമിനെ തൊട്ടും തനിച്ച കാരണം കൊണ്ട് അത് മുളാരിയായ ഫീല് മർഫൂആണ്. ഇവിടെ റഫ്ഇൻ്റെ അടയാളം എന്നുള്ളത് അവിടെ നൂനിനെ സ്ഥിരപ്പെടുത്തി എന്നുള്ളതാണ്, യുഅ്മിനൂന എന്നുള്ളത്. അത് അഫ്ആലുൽ ഖംസയിൽ പെട്ടതായതുകൊണ്ടാണ്. രണ്ടാമത്തെ ഉദാഹരണം മിസാലുൽ മൻസൂബി, നസ്ബ് ചെയ്യപ്പെട്ടതിനുള്ള ഉദാഹരണമാണ് അല്ലാഹുവിൻ്റെ ഖൗല് വഅൻ തസൂമു ഖൈറുൽ ലക്കും. ഇവിടെ അൻ എന്നുള്ളത് നസ്ബിൻ്റെ നാസിബാണ്, നസ്ബ് ചെയ്യുന്ന അക്ഷരമാണ്. തസൂമു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ അഫ്ആലുൽ ഖംസയിൽ പെട്ടതാണ്. അപ്പോൾ ഇവിടെ നൂനിനെ കളഞ്ഞിട്ടുണ്ട്, തസൂമൂന എന്നുള്ള നൂനിനെ കളഞ്ഞിട്ടുണ്ട്. ഫീലുൽ മുളാരിൻ അൻ വഅലാമത്ത് നസ്ബിഹി, ഇവിടെ നസ്ബിൻ്റെ അടയാളം എന്നുള്ളത് ഹദ്ഫുൻ നൂനാണ്, കാരണം അത് അഫ്ആലുൽ ഖംസയിൽ പെട്ടതാണ്. മജ്സൂമിനുള്ള ഉദാഹരണമാണ് ഉലായിക ലം യുഅ്മിനു. ലം എന്നുള്ളത് ജസ്മിൻ്റെ അക്ഷരമാണ്, യുഅ്മിനു എന്നുള്ളത് ഫീൽ മുളാരിയാണ്, മജ്സൂമാണ് ബിലം, ലം കൊണ്ട്. അവിടെ ജസ്മിൻ്റെ അടയാളം നൂനിനെ കളഞ്ഞു, കാരണം അത് അഫ്ആലുൽ ഖംസയിൽ പെട്ടതാണ്. ഈ 3 അവസ്ഥകളും ഒരുമിച്ച് കൂടിയ ഉദാഹരണമാണ് വഖദ് ജിത്തമഅത്തിൽ ഹാലാത്തു സലാസു ഫീ ഖൗലിഹി തആല വയുഹിബ്ബൂന അൻ യഹ്മദൂ ബിമാ ലം യഫ്അലൂ. ഒന്നാമത് പറഞ്ഞ യുഹിബ്ബൂൻ എന്നുള്ളത് അഫ്ആലുൽ ഖംസയിൽ പെട്ടതാണ്. അവിടെ നാസിബും ജാസിമും ഇല്ല, തനിച്ചതുകൊണ്ട് അത് മർഫൂ ആണ്. റഫ്അ് നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ്, അഫ്ആലുൽ ഖംസയിൽ പെട്ടതുകൊണ്ട്. രണ്ടാമതായി യുഹ്മദു എന്ന് പറയുന്നത്
ഫീല് മുലാരി മൻസൂബാണ്. അൻ എന്നുള്ള നാസിബ് വന്നതുകൊണ്ട് അവിടെ മൻസൂബാണ്. നെസ്ബ് അവിടെ നൂനിനെ കളയൽ കൊണ്ടാണ്. അതുപോലെ മൂന്നാമത് പറഞ്ഞ ലം യഫ് അലു എന്നുള്ളത് ലം എന്നുള്ളത് ജാസിമാണ്. യഫ് അലു എന്നുള്ളത് മജ്സൂമാണ്. ഫീല് മുലാരി മജ്സൂമാണ്. അവിടെ ജസ്മ് നൂനിനെ കളയൽ കൊണ്ടാണത് അഫ്ആലുൽ ഖംസയിൽപ്പെട്ടതാണ്. ഇനി നമുക്കതിൻ്റെ ലമീർ, റഫ്, നസ്ബ്, ജസ്മി എന്നുള്ള രൂപത്തിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഒന്നാമതായി ലമീർ ഹുമ എന്നുള്ള ലമീറാണ് അതിൽ മറഞ്ഞു കിടക്കുന്നത്. യക്തുബാനി, യക്തുബാനി എന്നുള്ളതാണ് റഫിൻ്റെ അവസരത്തിൽ വരുന്നത്. അതേസമയത്ത് നസ്ബിൻ്റെ അവസരത്തിൽ ലൻ യക്തുബ, ജസ്മിൽ ലം യക്തുബ. അപ്പോൾ ഒന്നാമതായി എഫ് അലാനി എന്നുള്ള ഫീല് അത് റഫിൻ്റെ അവസരത്തിൽ വരുന്ന രൂപം, നസ്ബിൻ്റെ അവസരത്തിൽ വരുന്നത്, ജസ്മിൻ്റെ അവസരത്തിൽ നിന്ന് വരുന്നത്, അതിൽ മറഞ്ഞു കിടക്കുന്ന ലമീർ 4 കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമതായി തക്തുബാനി, അതായത് തഫ് അലാനി എന്നുള്ള പദം, അതിൽ മറഞ്ഞെടുക്കുന്ന ലമീർ അൻതുമ എന്നുള്ളതാണ്. റഫിൻ്റെ അവസരത്തിൽ തക്തുബാനി എന്നാണ് വരിക. നസ്ബിൽ ലൻ തക്തുബ, ജസ്മിൽ ലം തക്തുബ. മൂന്നാമതായി യക്തുബൂൻ എന്നുള്ള ഫീല് ഹും എന്നുള്ളതാണ് അതിൽ മറഞ്ഞെടുക്കുന്ന ലമീർ. ലൻ യക്തുബു എന്നാണ് നസ്ബിൽ വരുന്നത്, ജസ്മിൽ ലം യക്തുബു. നാലാമതായി തക്തുബൂൻ തഫ്അലൂൻ എന്നുള്ള ഫീല് അതിൽ മറഞ്ഞു കിടക്കുന്നത് അൻതും എന്നുള്ളതാണ്. നസ്ബിൽ അത് വരുന്നത് ലൻ തക്തുബു, ജസ്മിൽ ലം തക്തുബു. അഞ്ചാമതായി തക്തുബീന മുഖാത്തബത്തിൻ്റെ യാ ചേർന്ന ഫീല് അതിൽ മറഞ്ഞു കിടക്കുന്ന ലമീർ അന്തി എന്നുള്ളതാണ്. നസ്ബിൽ വരുന്നത് ലൻ തക്തുബി, ജസ്മിൽ ലം തക്തുബി. ഇങ്ങനെയാണ് അതിൻ്റെ രൂപങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് അഫ്ആലുൽ ഖംസയെക്കുറിച്ച് പറയാനുള്ളത്. 5 ഫീലുകൾ, അതുപോലെ അതിൻ്റെ ഇഅ്റാബുകൾ.